എയർപോർട്ടിലും ട്രാവൽ ഏജൻസികളും ഹോളിഡേയ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വർക്ക് ചെയ്യാൻ അയാട്ട കോഴ്സ് പാസ്സാകണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം. കഴിഞ്ഞ 27 വർഷമായി ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഞാനൊരു കോഴ്സ് നിങ്ങൾ എടുക്കണമെന്നോ എടുക്കണ്ട എന്നൊന്നും പറയാൻ ഞാനാണല്ല. തീരുമാനങ്ങൾ ഞാനൊരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1997 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്. ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവിടെ ജോലി അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ പല ട്രാവൽ ഏജൻസികളിലും എയർലൈനിലും ഒക്കെ നമ്മളെ ബയോഡാറ്റ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് കോളേജിലും ഒക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ലാംഗ്വേജിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സായി പേ മൈ ബ്രദർ ഡ്രിങ്കിങ് വാട്ടർ എന്ന് മോഹൻലാലിൻ്റെ പടത്തിൽ ഒരു മോഹൻലാൽ പറയുന്നൊരു ഡയലോഗുണ്ട്. ആ ഇംഗ്ലീഷാണെന്ന് നമുക്ക് അറിയാമായിരുന്നുള്ളൂ. അതും വെച്ച് നമ്മൾ എല്ലാ ട്രാവൽ ഏജൻസിയിലും നമുക്കാകെ ചങ്കൂറ്റം സർക്കാർ സ്കൂളിലും കോളേജുകളിലും പഠിച്ച ഒരു ചങ്കൂറ്റുള്ളത്. അതായത് ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാൻ ഒരു ചങ്കൂറ്റം സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ, നമ്മുടെയൊക്കെ സ്കൂളിൽ നിന്ന്, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ. അതായിരുന്നു കൈമുതലായിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ എവിടെയും മടിയോ ചമ്മലോ ഒന്നുമില്ല. അറിയുന്ന ഭാഷയിൽ അറിയുന്ന ബോഡി ലാംഗ്വേജിൽ പറഞ്ഞൊപ്പിച്ച് ഒരുപാട് ജോലിക്ക് വേണ്ടി നടന്നു. 2 വർഷത്തോളം ഒരു ട്രാവൽ ഏജൻസിയിൽ ശമ്പളമില്ലാതെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്തു. അവരുടെ നല്ല മനസ്സിന് ഇപ്പോഴും നന്ദി. പിന്നീട് അവിടുന്ന് അങ്ങോട്ടൊരു ജൈത്രയാത്ര തന്നെ. വലിയ കമ്പനിയിൽ വലിയ മാനേജറായിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്. എന്നിട്ട് ഇവിടെയും നല്ല പോസ്റ്റിൽ വലിയ കമ്പനികളിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ വലിയ വലിയ കമ്പനികളുടെ ഓണേഴ്സിനൊക്കെ സ്ട്രാറ്റജി പ്ലാനിങ്, എങ്ങനെ ട്രാവൽ ഏജൻസി നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒപ്പം കുട്ടികൾക്കൊക്കെ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൈകൊണ്ട് എഴുതുന്ന ടിക്കറ്റായിരുന്നു. ടിക്കറ്റൊക്കെ കൈകൊണ്ട് എഴുതുക. അതുമാതിരി നമ്മൾ ടിക്കറ്റിൽ എഴുതുന്ന ചാർജ് ഉണ്ടല്ലോ, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ടിക്കറ്റായി. എന്താണെന്നാ പറയുക, അത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു. പണ്ട് നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് പോകുമ്പോഴൊക്കെ നമ്മുടെ ഫാദറും ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് ടിക്കറ്റ് എടുത്തോ, ടിക്കറ്റ് കയ്യിൽ വെച്ചോ എന്നാണ്. ഇപ്പോൾ ടിക്കറ്റ് മറന്നാലും കുഴപ്പമില്ല, ഫോണിലൊന്ന് അയച്ചു കൊടുത്താലും വാട്സപ്പിൽ ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് എയർപോർട്ടിൽ നിന്ന് കയറിപ്പോരാം. എൻ്റെ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവം, പണ്ട് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ട് വേണം ടിക്കറ്റിൽ കാര്യങ്ങൾ എഴുതാൻ. തെറ്റിയാൽ ഡെബിറ്റ് നോട്ട് എന്ന് പറയും, ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ടിക്കറ്റിൽ എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം അതൊക്കെ ടെക്നോളജി ഏറ്റെടുത്ത് കാരണം അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോഴത്തെ വിഷയം നല്ല സ്കില്ലുള്ള, നല്ല ആറ്റിറ്റ്യൂഡുള്ള, നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള, നല്ല ലാംഗ്വേജ് അറിയുന്ന വ്യക്തികളെ കിട്ടിയാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ട്രാവൽ ഏജൻസിയിലോ എയർപോർട്ടിലോ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ അറിയേണ്ടത് കുറച്ച് ജോഗ്രഫി അറിയണം. അതായത് വേൾഡിലെ സ്ഥലങ്ങൾ എവിടെയാണെന്ന് അറിയണം. അതിന് കുറച്ച് കോഡുകളുണ്ട്, 3 ലെറ്റർ കോഡ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോടിൻ്റെ 3 ലെറ്റർ കോഡാണ് CCJ, കൊച്ചിയുടെ COK, ദുബായിയുടെ DXB. ഇങ്ങനെ കുറച്ച് 3 ലെറ്റർ കോഡുകൾ പഠിക്കണം. ഒപ്പം നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, എങ്ങനെ നെഗോസിയേഷൻ ചെയ്യാം, ക്യാമറക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കാം, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, പ്രസൻസ് ഓഫ് മൈൻഡ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അല്ലാതെ പണ്ട് പഠിച്ചിരുന്ന ഫെയർ കാൽക്കുലേഷനും TPM MPM എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ടെക്നിക്കൽ വേർഡുകളും ഒന്നും ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ ആവശ്യമല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് കുട്ടികൾ ഈ കോഴ്സ് പഠിക്കുന്നത്. ആ കോഴ്സ് പഠിച്ചിട്ട് എത്ര ആൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് അറിയോ? ഞാനൊരു 3 മാസത്തെ കോഴ്സ്, ഒരു പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വലിയൊരു ഫീസൊക്കെ കൊടുത്ത് ഈ കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം.